ഹലോ ഫ്രണ്ട്സ്, PSC കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇംഗ്ലീഷിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. അതിനോടൊപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞു പോകുമ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നമുക്കത് അടുത്ത ക്ലാസ്സിൽ ആ ക്വസ്റ്റ്യനും കൂടെ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതുപോലെ ഇംഗ്ലീഷിൻ്റെ മലയാളത്തിൻ്റെയൊക്കെ ഒരുപാട് മോക്ക് ടെസ്റ്റ് ക്ലാസ്സുകൾ നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോസ് കണ്ടു നോക്കാം. തീർച്ചയായിട്ടും വരുന്ന എക്സാമിന് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ഓക്കെ. ഇപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, കൗസ് ഡാഷ് ഗ്രാസ്. കൗസ് ഡാഷ് ഗ്രാസ് ഏതാണ് ആൻസറായിട്ട് വരുന്നത്? ഇപ്പോൾ കൗസ് എന്ന് പറയുന്നത് എന്താണ്? പ്ലൂറലാണല്ലേ. കൗസ് ഒന്നിൽ കൂടുതലുണ്ട്, അപ്പം പ്ലൂറലാണ്. അപ്പോൾ പ്ലൂറലാകുമ്പോൾ നമുക്ക് ഈറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റുമോ? ഈറ്റ്സ് സിംഗുലറാണ്, അപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓപ്ഷൻ എ ക്യാൻസൽ ചെയ്യാം. പിന്നെ ഓപ്ഷൻ ഡി നോക്കിയേ, ഹാസ് ഈറ്റൺ. ഹാസ് ഈറ്റൺ യൂസ് ചെയ്യാൻ പറ്റുമോ? ഹാസ് സിംഗുലറാണ്, അപ്പോൾ അതും ക്യാൻസൽ ചെയ്യാം. ഇപ്പോൾ കൗസ് പ്ലൂറലായതുകൊണ്ട് തന്നെ ഓപ്ഷൻ എയും ഡിയും വരില്ല, അത് രണ്ടും സിംഗുലറാണ്. ഇപ്പോൾ കൗസ് പ്ലൂറലായതുകൊണ്ട് പ്ലൂറൽ വെർബ് തന്നെ വരണം. പിന്നെ ഉള്ളത് ഈറ്റും ഈറ്റിങ്. ഈറ്റിങ് വരുമോ ഇവിടെ? ING ഫോമിൽ വെർബിൻ്റെ തൊട്ട് മുമ്പ് എന്ത് വരണം? ബി ഫോം ഏതെങ്കിലും വരണം. ബി ഫോം, അതായത് ആറ് അങ്ങനെ എന്തെങ്കിലും, കൗസ് ആർ ഈറ്റിംഗ് ഗ്രാസ് അങ്ങനെ എന്തെങ്കിലും ബി ഫോം ഉണ്ടെങ്കിൽ നമുക്കത് ഈറ്റിംഗ് എന്ന ഓപ്ഷൻ ആൻസറായിട്ട് എഴുതായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഏതാണ് ആൻസറായിട്ട് എഴുതാൻ പറ്റുന്നത്? ഓപ്ഷൻ ബി ആണ്, ഈറ്റാണ്. ഇപ്പോൾ കൗസ് ഈറ്റ് ഗ്രാസ് എന്നതാണ് ആൻസർ. ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താം. കൗസ് എന്ന് പറയുന്നത് പ്ലൂറലാണ്, അപ്പോൾ അതിൻ്റെ കൂടെ പ്ലൂറൽ വെർബ് വരണം. ഓപ്ഷൻ എയും ഡിയും സിംഗുലറാണ്, അപ്പോൾ അത് രണ്ടും ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ഓപ്ഷൻ ബി പരിഗണിക്കാം. പിന്നെ സി ഈറ്റിംഗ് നമുക്ക് എഴുതാൻ പറ്റുമോ? ഇല്ല, കാരണം ഈറ്റിങ്ങിന് മുമ്പ് ING ഫോമിലെ വെർബിന് തൊട്ട് മുമ്പായിട്ട് ബി ഫോം എന്തെങ്കിലും വരണം. ഇവിടെ അത് അങ്ങനെ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ബി ആണ് എഴുതാൻ പറ്റുന്നത്. ഈറ്റ് എന്നുള്ളത് പ്ലൂറലാണ്. ഇപ്പോൾ കൗസ് ഈറ്റ് ഗ്രാസ് എന്നതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം, ദ ടീച്ചർ സെഡ് ടു ഹിം ഡു നോട്ട് റീഡ് സോ ഫാസ്റ്റ്. ദ ടീച്ചർ സെഡ് ടു ഹിം ഡു നോട്ട് റീഡ് സോ ഫാസ്റ്റ് ചേഞ്ച് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇപ്പോൾ ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്? അപ്പം നമുക്കറിയാമല്ലേ ഇതെന്താണ്? ഡു നോട്ട് റീഡ് സോ ഫാസ്റ്റ് ഇതെന്താണ്? ഒരു ഇമ്പററ്റീവ് സെൻറ്റൻസ് ആണല്ലേ. നെഗറ്റീവ് ഇമ്പററ്റീവ് സെൻറ്റൻസ് ആണ്. ഇപ്പം നെഗറ്റീവ് ഇമ്പററ്റീവ് സെൻറ്റൻസ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ നോട്ട് ടു എന്ന വേർഡ് ചേർക്കണം. നോട്ട് ടു നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇമ്പററ്റീവ് സെൻറ്റൻസിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ടു ചേർക്കണമെന്ന് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നെഗറ്റീവ് ഇമ്പററ്റീവ് സെൻറ്റൻസ് ആണല്ലേ. ഡു നോട്ട് വന്നിട്ടുണ്ട്. ഡു നോട്ട് റീഡ് സോ ഫാസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു നെഗറ്റീവ് ഇമ്പററ്റീവ് സെൻറ്റൻസ് ആണ്. അതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ നോട്ട് ടു ചേർക്കണം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതിൽ നോട്ട് ടു എവിടെ ഉണ്ടെന്ന് നോക്കിയാൽ മതി. ആദ്യത്തെ സെൻറ്റൻസ് നോക്കിയാൽ ദ ടീച്ചർ അഡ്വൈസ്ഡ് ഹിം ദാറ്റ് ടു റീഡ് സോ ഫാസ്റ്റ്. അപ്പോൾ അവിടെ നോട്ട് ടു ഇല്ല, അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാം. പിന്നെ ഓപ്ഷൻ ബി, ദ ടീച്ചർ അഡ്വൈസ്ഡ് ഹിം ടു റീഡ് സോ ഫാസ്റ്റ്. അവിടെയും നോട്ട് ടു ഇല്ല, അതും ക്യാൻസൽ ചെയ്യാം. പിന്നെ ഓപ്ഷൻ സി, ദ ടീച്ചർ അഡ്വൈസ്ഡ് ഹിം ഡു നോട്ട് റീഡ് സോ ഫാസ്റ്റ്. അവിടെയും നോട്ട് ടു ഇല്ല, അപ്പോൾ അതും ക്യാൻസൽ ചെയ്യാം. പിന്നീടുള്ളത് ഓപ്ഷൻ ഡി, ദി ടീച്ചർ അഡ്വൈസ്ഡ് ഹിം നോട്ട് ടു റീഡ് സോ ഫാസ്റ്റ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. അവിടെ നോട്ട് ടു എന്ന വാക്ക് ഉണ്ട്, നോട്ട് ടു. ഓക്കെ. അപ്പോൾ ടീച്ചർ അഡ്വൈസ്ഡ് ഹിം നോട്ട് ടു റീഡ് സോ ഫാസ്റ്റ്. ഓക്കെ. അപ്പം ശ്രദ്ധിക്കേണ്ടത് നെഗറ്റീവ് ഇമ്പററ്റീവ് സെൻറ്റൻസ് ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ നെഗറ്റീവ് ഇമ്പററ്റീവ് സെൻറ്റൻസിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ നോട്ട് ടു ചേർത്ത് വേണം ആൻസർ വരേണ്ടത്. ഇൻഡയറക്റ്റ് സ്പീച്ചിൽ നോട്ട് ടു എന്നൊരു വേർഡ് വരണം. അപ്പോൾ അവിടെ അങ്ങനെ വന്നിട്ടുള്ളത് ഓപ്ഷൻ ഡി മാത്രമാണ്. ഓക്കെ. അല്ലാതെ നമുക്ക് ആൻസറിലേക്ക് എത്താം. ഓപ്ഷൻ എ നോക്കിയേ, ദ ടീച്ചർ അഡ്വൈസ്ഡ് ഹിം ദാറ്റ് റീഡ് സോ ഫാസ്റ്റ്. ഫാസ്റ്റായിട്ട് റീഡ് ചെയ്യാനാണോ പറയുന്നത്? അല്ല. തന്നിരിക്കുന്ന സെൻറ്റൻസ് ഡു നോട്ട് റീഡ് സോ ഫാസ്റ്റ് എന്നാണ്. ഫാസ്റ്റായിട്ട് റീഡ് ചെയ്യരുത്, വായിക്കരുത് എന്നാണ്. അപ്പോൾ ഓപ്ഷൻ എ അങ്ങനെ ഒരു മീനിങ് അല്ല അവിടെ വരുന്നത്.
പിന്നീട് ഓപ്ഷൻ ബി നോക്കിയാൽ ദ ടീച്ചർ അഡ്വൈസ്ഡ് ഹിം ടു റീഡ് സോ ഫാസ്റ്റ്. അവിടെയും ഫാസ്റ്റായിട്ട് വായിക്കാനാണല്ലേ പറയുന്നത്. അപ്പോൾ ആ ഓപ്ഷന് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ഓപ്ഷൻ സി ദ ടീച്ചർ അഡ്വൈസ്ഡ് ഹിം ഡു നോട്ട് റീഡ് സോ ഫാസ്റ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇമ്പറേറ്റീവ് സെൻറ്റൻസിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ടു എന്ന് ചേർക്കണമെന്ന് പഠിച്ചിട്ടുണ്ട്. അവിടെ ടു ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. പിന്നുള്ള ഓപ്ഷൻ ഡി ദ ടീച്ചർ അഡ്വൈസ്ഡ് ഹിം നോട്ട് ടു റീഡ് സോ ഫാസ്റ്റ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇപ്പോൾ പലതരത്തിലും നമുക്ക് ഓപ്ഷൻ എലിമിനേഷൻ മെത്തേഡ് വഴി ആൻസറിലേക്ക് എത്താം. അടുത്ത ചോദ്യം, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഡാഷ് ബിക്കമിങ് റെയർ ദീസ് ഡേയ്സ്. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഡാഷ് ബിക്കമിങ് റെയർ ദീസ് ഡേയ്സ് ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഇപ്പോൾ ഇവിടെ ഈ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്? പ്ലൂറലാണ് അല്ലേ? പ്ലൂറൽ. അപ്പോൾ അതിനുശേഷം പ്ലൂറൽ വെർബ് വരണം. ഓപ്ഷൻ എ പ്ലൂറലാണോ? ഈസ് എന്ന് പറയുന്നത് സിംഗുലറാണ്. അപ്പോൾ അത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ സെൻറ്റൻസ് മുഴുവൻ വായിച്ചു നോക്കിയേ. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഡാഷ് ബിക്കമിങ് റെയർ ദീസ് ഡേയ്സ്. ദീസ് ഡേയ്സ് എന്നുണ്ടല്ലേ, ഈ ദിനങ്ങൾ. റെയർ ദീസ് ഡേയ്സ്. അപ്പോൾ അവിടെ പ്രസൻറ്റ് വരണം. പ്രസൻറ്റ് വരണം. ഇപ്പോൾ ഇവിടെ വേറെ പ്രസൻ്റ് ആണ്. ഓപ്ഷൻ ബി നോക്കിയാൽ വേർ പാസ്റ്റ് അല്ലേ? അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് പ്ലൂറലാണ്. അപ്പോൾ അതിനുശേഷം പ്ലൂറൽ വെർബ് വരണം. ഇപ്പോൾ ഈസ് എന്ന് പറയുന്നത് സിംഗുലറാണ്. അപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ സെൻറ്റൻസ് മൊത്തം വായിച്ച് നോക്കിയേ. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഡാഷ് ബിക്കമിങ് റെയർ ദീസ് ഡേയ്സ് അല്ലേ? ഈ ദിനങ്ങളിലെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത് പ്രസൻറ്റ് വരണം. ഇപ്പോൾ വേറെ എന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റാണ്. അപ്പോൾ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നുള്ളത് ആറും ഹാവും. ഹാവ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇവിടെ കാരണം എന്താണ്? ഇവിടെ ING ആണല്ലേ വന്നിരിക്കുന്നത്. ബിക്കമിങ് ING ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഹാവിന് ശേഷം എപ്പോഴും എന്താ വരേണ്ടത്? V3 ഫോമാണ് വരേണ്ടത്. വെർബിൻ്റെ V3 ഫോം. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഓപ്ഷൻ സി ആണ്, 6. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആർ ബിക്കമിങ് റെയർ ദീസ് ഡേയ്സ്. ഇപ്പോൾ ഓരോ ഓപ്ഷനും നമ്മൾ എലിമിനേറ്റ് ചെയ്തുകൊണ്ടല്ലോ. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ പ്ലൂറലാണ്. അപ്പോൾ അതിന് ശേഷം പ്ലൂറൽ വെർബ് വരണം. അപ്പം അതുകൊണ്ട് ഈസ് എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് അത് എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ഉള്ളത് റെയർ ദീസ് ഡേയ്സ്, ഈ ദിനങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ പ്രസൻറ്റ് വരണം. ഇപ്പോൾ വേറെന്ന് പറയുന്നത് പാസ്റ്റാണ്. അപ്പോൾ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നുള്ളത് ആറും ഹാവും. ഹാവിനോടൊപ്പം നമ്മൾ V3 ഫോം, വെർബിൻ്റെ V3 ഫോമാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത് അല്ലേ? അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ ബിക്കമിങ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആറാണ് ആൻസർ. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആർ ബിക്കമിങ് റെയർ ദീസ് ഡേയ്സ്. അടുത്ത ചോദ്യം, രശ്മി ഈസ് ഡാഷ് ഓഫ് മൈ 2 ഡോട്ടേഴ്സ്. രശ്മി ഈസ് ഡാഷ് ഓഫ് മൈ 2 ഡോട്ടേഴ്സ് ഏതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓഫ് ദ 2 അല്ലെങ്കിൽ ഓഫ് മൈ 2 ഒക്കെ വരുമ്പോൾ എന്ത് ചേർക്കണമെന്ന് പഠിച്ചിട്ടുണ്ട്. ഒരുപാട് ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഓഫ് മൈ 2 അല്ലെങ്കിൽ ഓഫ് ദ 2 ഒക്കെ വരുമ്പോൾ ദ പ്ലസ് കമ്പാരിറ്റീവ് ആണ് വരുന്നത്. ദ പ്ലസ് കമ്പാരിറ്റീവ്. അങ്ങനെയുള്ള ഇവിടെ ഏതാണ്? ഓപ്ഷൻ ബിയും സിയും ഉണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ എ ക്യാൻസൽ ചെയ്യാം, ഓപ്ഷൻ ഡി ക്യാൻസൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കീവേഡ് എന്ന് പറയുന്നത് ഓഫ് മൈ 2 അല്ലെങ്കിൽ ചിലപ്പോൾ ഓഫ് ദ 2 എന്നായിരിക്കും തരുന്നത്. അപ്പോൾ ഓഫ് ദ 2 അല്ലെങ്കിൽ ഓഫ് മൈ 2 എന്ന കീവേഡ് വന്നു കഴിഞ്ഞാൽ അവിടെ വരേണ്ടത് ദ പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രി ആയിരിക്കണം. ഇവിടെ ദ പ്ലസ് കമ്പാരിറ്റീവ് ഡിഗ്രി ഉള്ളത് ഓപ്ഷൻ ബിയും സിയും, ദ എൽഡറും ദ ഓൾഡറും. ഇതിലേതാ വരുന്നത്? ഇവിടെ എന്താ സെൻറ്റൻസ് വായിച്ച് നോക്കിയേ. രശ്മി ഈസ് ഡാഷ് ഓഫ് മൈ 2 ഡോട്ടേഴ്സ് അല്ലേ? അവിടെ ഫാമിലി റിലേഷനാണ് പറയുന്നത്. 2 മക്കൾ രശ്മി അല്ലേ, 2 ഡോട്ടേഴ്സ്, 2 മക്കളുടെ കമ്പാരിസണാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫാമിലി റിലേഷനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നത്? എൽഡർ അല്ലെങ്കിൽ എൽഡസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓൾഡർ യൂസ് ചെയ്യത്തില്ല. എൽഡർ അല്ലെങ്കിൽ എൽഡസ്റ്റ് അങ്ങനെയുള്ളത് ഇവിടെ നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നത് ദ എൽഡറും ദ ഓൾഡറും. അപ്പോൾ ഇവിടെ എൽഡർ അല്ലെങ്കിൽ എൽഡസ്റ്റ് അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഫാമിലി റിലേഷൻ പറയുന്ന സമയത്ത്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ദ എൽഡർ ആണ് ആൻസർ കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, ഓഫ് ദ 2 അല്ലെങ്കിൽ ഓഫ് മൈ 2 ഒക്കെ വരുന്ന സമയത്ത്, കീവേഡ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ ദ പ്ലസ് കമ്പാരിറ്റീവ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ദ പ്ലസ് കമ്പാരിറ്റീവ് ആയിട്ടുള്ളത് ഓപ്ഷൻ ബിയും സിയും. പിന്നെ സെൻറ്റൻസ് വായിച്ച് നോക്കുക. വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി
അവിടെ മക്കളുടെ കമ്പാരിസൺ ആണല്ലേ. രശ്മി ഈസ് ഡാഷ് ഓഫ് മൈ 2 ഡോട്ടേഴ്സ്. എൻ്റെ 2 മക്കളിൽ രശ്മിയാണ് എൽഡർ എന്നാണ് മീനിങ് ആണ് വരുന്നത്. അപ്പോൾ അവിടെ ഫാമിലി റിലേഷനാണ് പറയുന്നത്. ഫാമിലി റിലേഷൻ വരുന്ന സമയത്ത് നമ്മൾ എൽഡർ അല്ലെങ്കിൽ എൽഡസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പരിഗണിക്കാൻ പറ്റുന്നത് ഓപ്ഷൻ ബി ആണ്, ദ എൽഡർ ആണ് ആൻസർ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ചോളണം. അടുത്ത ചോദ്യം, ദ റൈഡർ ഡാഷ് ഹിസ് ഹോഴ്സ് ടു വിക്ടറി. ദ റൈഡർ ഡാഷ് ഹിസ് ഹോഴ്സ് ടു വിക്ടറി. ഏതാണ് ആൻസറായിട്ട് വരാൻ സാധ്യതയുള്ളത്? അപ്പോൾ സവാരി ചെയ്യുക എന്നൊരു മീനിങ് ആണ് കേട്ടോ. ദ റൈഡർ ഡാഷ് ഹിസ് ഹോഴ്സ് ടു വിക്ടറി. സവാരി ചെയ്യുക എന്നൊരു മീനിങ്ങിൽ വരുന്ന വേർഡ് എന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്, റോഡ്, RODE. ദ റൈഡർ റോഡ് ഹിസ് ഹോഴ്സ് ടു വിക്ടറി. സവാരി ചെയ്യുക എന്നൊരു മീനിങ് വരുന്നത് RODE ആണ്. അപ്പോൾ റൈഡിൻ്റെ പാസ്റ്റാണ് റോഡ്. RIDE എന്ന റൈഡിൻ്റെ പാസ്റ്റാണ് റോഡ്, RODE. അതിൻ്റെ റോഡ് റിഡൺ എന്നാണല്ലേ, റൈഡ് റോഡ് റിഡൺ. അപ്പോൾ സവാരി ചെയ്യുക എന്നൊരു മീനിങ് വരുന്ന വേർഡ് റോഡാണ്, RODE. ദ റൈഡർ റോഡ് ഹിസ് ഹോഴ്സ് ടു വിക്ടറി. അടുത്ത ചോദ്യം, ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ബിലോ ഈസ്. ഇപ്പോൾ ഡിസ്ക്രിമിനേഷൻ എന്ന വേർഡ് ശരിയായിട്ട് ഇവിടെ തന്നിരിക്കുന്നത് ഏതാണ്? ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ, ഡിസ്ക്രിമിനേഷൻ. DISCRIMINATION. DISCRIMINATION, ഡിസ്ക്രിമിനേഷൻ കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത ചോദ്യം, ഷട്ട് ദ ഡോർ ഈസ് എ ഓർ ആൻ ഡാഷ് സെൻറ്റൻസ്. അപ്പോൾ ഷട്ട് ദ ഡോർ എന്ന് പറയുന്നത് ഏത് ടൈപ്പ് സെൻറ്റൻസ് ആണ് എന്നാണ് ചോദ്യം. എക്സ്ക്ലമേറ്ററി ആണോ, അസർട്ടീവ് ആണോ, ഇമ്പറേറ്റീവ് ആണോ, ഇൻട്രോഗേറ്റീവ് ആണോ? ഷട്ട് ദ ഡോർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ആജ്ഞയല്ലേ. അപ്പോൾ അതെന്താണ്? ഒരു ഇമ്പറേറ്റീവ് സെൻറ്റൻസ് അല്ലേ. ഓപ്ഷൻ സി ആണ് ആൻസർ. സിമ്പിൾ ചോദ്യമാണ്, ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ്. അതായത് വെർബിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന തരം സെൻറ്റൻസുകളാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് അല്ലേ. വെർബിൽ തുടങ്ങി, ഇവിടെ നോക്കിയാൽ ഷട്ട് ദ ഡോർ വെർബിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന തരം സെൻറ്റൻസുകളാണ്. അപ്പോൾ അത് ഇമ്പറേറ്റീവ് സെൻറ്റൻസിന് ഉദാഹരണമാണ്. ഇനി സബ്ജക്റ്റിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന തരം സെൻറ്റൻസുകളാണ് അസർട്ടീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇനി എക്സ്ക്ലമേറ്ററി അറിയാമല്ലോ, എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടെങ്കിൽ എക്സ്ക്ലമേഷൻ മാർക്കോടി വരുന്ന സെൻറ്റൻസ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. അതേപോലെ ഓപ്ഷൻ ഡി ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്കാണ് അല്ലേ, ക്വസ്റ്റ്യൻ രൂപത്തിൽ വരുന്ന സെൻറ്റൻസുകളാണ് ഇൻട്രോഗേറ്റീവ്. നമ്മുടെ ഷട്ട് ദ ഡോർ എന്ന് പറയുന്നത് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ്, വെർബിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നത്. ഓക്കെ, സിമ്പിളാണ്. ഈ ചോദ്യമൊക്കെ വളരെ സിമ്പിളാണ്. അടുത്ത ചോദ്യം ഓൺ ഹൂ ടോക്സ് ഇൻ സ്ലീപ്പ് ഈസ്. അതായത് ഉറക്കത്തിൽ സംസാരിക്കുന്നവൻ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓൺ ഹൂ ടോക്സ് ഇൻ സ്ലീപ്പ്. സോംനിലോക്വിസ്റ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോംനിലോക്വിസ്റ്റ് ആണ് ഓൺ ഹൂ ടോക്സ് ഇൻ സ്ലീപ്പ്. ഉറക്കത്തിൽ സംസാരിക്കുന്ന ആളിനെയാണ് സോംനിലോക്വിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻ എ നോക്കിയേ, സോംനാംബുലിസ്റ്റ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഉറക്കത്തിൽ നടക്കുന്ന ആളാണ്. ഓൺ ഹൂ വാക്സ് ഇൻ സ്ലീപ്പ്. ഉറക്കത്തിൽ നടക്കുന്ന ആളിനെയാണ് സോംനാംബുലിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. രണ്ട് തമ്മിൽ മാറിപ്പോരുത്. സോംനിലോക്വിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കത്തിൽ സംസാരിക്കുന്ന ആൾ, അതുപോലെ സോംനാംബുലിസ്റ്റ് എന്ന് പറയുന്നത് ഉറക്കത്തിൽ നടക്കുന്ന ആൾ. ഇനി ഓപ്ഷൻ ബി ഗ്യാരുലസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ് ഗ്യാരുലസ്
എന്താണ് അതിഭാഷകനായ അല്ലേ, അധികം സംസാരിക്കുന്ന അല്ലെങ്കിൽ വാചകം അടിക്കുന്ന എന്നൊരു മീനിങ് ആണ് ഗാരുലസ്. അതുപോലെ ക്രെഡുലസ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? എളുപ്പത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ കണ്ണടച്ച് വിശ്വസിക്കുന്ന എന്നൊരു മീനിങ് ആണ് ക്രെഡുലസ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി പറയാം, സോംനാംബുലിസ്റ്റ് എന്ന് പറയുന്നത് ഉറക്കത്തിൽ നടക്കുന്ന ആളിനെയാണ്. അതുപോലെ ഗാരുലസ് എന്ന് പറയുന്നത് അതിഭാഷകനാണല്ലേ, അധികം സംസാരിക്കുന്നവനാണ് ഗാരുലസ് എന്ന് പറയുന്നത്. ഇനി ക്രെഡുലസ് എന്ന് പറയുന്നത് എളുപ്പത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു മീനിങ് ആണ്. ഇനി സോംനിലോക്വിസ്റ്റ് എന്ന് പറയുന്നത് ഉറക്കത്തിൽ സംസാരിക്കുന്ന ആളിനെയാണ്. അപ്പോൾ സോംനാംബുലിസ്റ്റും സോംനിലോക്വിസ്റ്റും മാറിപ്പോകരുത്, ശ്രദ്ധിച്ചോളണം. അടുത്ത ചോദ്യം, ഹി വുഡ് നോട്ട് ഹാവ് ഫെയിൽഡ് ഇഫ് ഹി ഡാഷ് ഇനഫ് മണി. ഹി വുഡ് നോട്ട് ഹാവ് ഫെയിൽഡ് ഇഫ് ഹി ഡാഷ് ഇനഫ് മണി. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഇവിടെ നോക്കിയേ, ഇത് മെയിൻ ക്ലോസ് ആണല്ലേ. ഹി വുഡ് നോട്ട് ഹാവ് ഫെയിൽഡ് എന്ന് പറയുന്നത് മെയിൻ ക്ലോസ് ആണ്. ഇപ്പോൾ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് V3 ആണല്ലേ വന്നിരിക്കുന്നത്. വുഡ് നോട്ട് ഹാവ് ഫെയിൽഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വുഡ് ഹാവ് V3. ഇപ്പോൾ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് V3 വരണമെങ്കിൽ ഇഫ് ക്ലോസിൽ എന്ത് വരണം? ഹാഡ് പ്ലസ് V3 വരണം അല്ലേ. ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വരുമ്പോഴല്ലേ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് V3 വരുന്നത്. അപ്പോൾ ഇത് ഇഫ് ക്ലോസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ്. ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വരുമ്പോഴാണ് മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് V3 വരേണ്ടത്. ഇപ്പോൾ ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 ഉള്ളത് ഓപ്ഷൻസിൽ ഏതാണെന്ന് നോക്കിയേ, ഏതാണ്? ഓപ്ഷൻ ബി അല്ലേ. ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ, ഹാഡ് V3 അല്ലേ. ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വരണം. അപ്പോൾ ഇവിടെ ഹാഡ് അതിനോടൊപ്പം V3 ആയിട്ടുള്ള ഹാഡ് രണ്ടും വന്നിട്ടുണ്ട്. ഹാഡ് പ്ലസ് V3. ഇവിടെ രണ്ടാമത്തെ ഹാഡ് എന്ന് പറയുന്നത് V3 ആണ്, വെർബിൻ്റെ V3 ഫോമാണ്. അപ്പോൾ ഹാഡാണ് ആൻസർ. ഹി വുഡ് നോട്ട് ഹാവ് ഫെയിൽഡ് ഇഫ് ഹി ഹാഡ് ഇനഫ് മണി കേട്ടോ. ഹി വുഡ് നോട്ട് ഹാവ് ഫെയിൽഡ് ഇഫ് ഹി ഹാഡ് ഇനഫ് മണി. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വരുമ്പോഴാണ് മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് V3 വരുന്നത് കേട്ടോ. ഇഫ് ക്ലോസിൽ ഹാഡ് പ്ലസ് V3 വരുമ്പോഴാണ് മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് V3 വരുന്നത്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, എ ഗവൺമെൻറ് കൺട്രോൾഡ് ബൈ ദ റിച്ച്. എ ഗവൺമെൻറ് കൺട്രോൾഡ് ബൈ ദ റിച്ച്. അതായത് ധനിക ഭരണം എന്നും മലയാളത്തിൽ പറയും. എ ഗവൺമെൻറ് കൺട്രോൾഡ് ബൈ ദ റിച്ച്, ധനിക ഭരണം. എന്താണ്? പ്ലൂട്ടോക്രസിയാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ, പ്ലൂട്ടോക്രസി. എ ഗവൺമെൻറ് കൺട്രോൾഡ് ബൈ ദ റിച്ച്, ധനികന്മാർ നടത്തുന്ന ഭരണത്തെയാണ് പ്ലൂട്ടോക്രസി എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻ എ നോക്കിയേ, ഒളിഗാർക്കി എന്ന് വെച്ചാൽ എന്താണ്? ചുരുക്കം പേർ ചേർന്നുള്ള ഭരണം കേട്ടോ. വളരെ ചുരുക്കം പേർ ചേർന്നുള്ള ഭരണത്തെയാണ് ഒളിഗാർക്കി എന്ന് പറയുന്നത്. ഇനി ഓപ്ഷൻ ബി, അരിസ്റ്റോക്രസി എന്ന് വെച്ചാൽ എന്താണ്? പ്രഭു ഭരണം കേട്ടോ. പ്രഭു ഭരണത്തെയാണ് അരിസ്റ്റോക്രസി എന്ന് പറയുന്നത്. ഇനി പ്ലൂട്ടോക്രസി നമ്മളിപ്പോൾ പറഞ്ഞു, ധനിക ഭരണം. ഇനി ഓപ്ഷൻ ഡി, ഡെമോക്രസി. അതെല്ലാവർക്കും അറിയാമല്ലോ, ജനാധിപത്യ ഭരണം. അതിനാണ് ഡെമോക്രസി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം, ഒളിഗാർക്കി ചുരുക്കം പേർ ചേർന്നുള്ള ഭരണം, അതുപോലെ അരിസ്റ്റോക്രസി പ്രഭു ഭരണം, പ്ലൂട്ടോക്രസി ധനിക ഭരണം, ഡെമോക്രസി ജനാധിപത്യ ഭരണം. ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എ ഗവൺമെൻറ് കൺട്രോൾഡ് ബൈ ദ റിച്ച്, അതായത് ധനികന്മാർ കൺട്രോൾ ചെയ്യുന്ന ഭരണത്തെ, ഗവൺമെൻറ്റിനെ പ്ലൂട്ടോക്രസി എന്നാണ് പറയുന്നത്. ധനിക ഭരണത്തെയാണ് പ്ലൂട്ടോക്രസി എന്ന് പറയുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് നോക്കുന്നുള്ളൂ. ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതുകൂടി ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരുപാട് ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകളും മലയാളത്തിൻ്റെ ക്ലാസ്സുകളും നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ കയറി കണ്ടു വെക്കുക. പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.